വെക്കാൻ പറ്റുന്ന ചെല്ലിപ്പോയിട്ടാണ് നന്നായിരിക്കുന്നത്. അപ്പം പിന്നെ മൂപ്പരാൾക്ക് ചൊല്ലിപ്പൊടി കറി കഴിക്കാനാണ് ആഗ്രഹം. അപ്പോൾ വയസ്സായതല്ലേ, വയസ്സായതിൻ്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ, അപ്പോൾ നമുക്കത് സാധിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അടുക്കളയ്ക്ക് നടന്ന് ഉള്ളി തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ വെക്കുക, അങ്ങനെ വെക്കുക, ഇത്ര പുളി ഒഴുക്കി, എത്ര തേങ്ങ ഒഴുക്കി എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് മെയിൻ ഐറ്റംസ്. ചൊല്ലിപ്പൊടി, ഉണക്ക ചെമ്മീൻ, തക്കാളി, 2 തക്കാളി, 4 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, പിന്നെ അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. കുമ്പളങ്ങ, വെണ്ടയ്ക്ക, എല്ലാം കുറച്ച് കുറച്ച് മതി. കാരണം ഇവിടെ ആളില്ല, കൂടുതൽ ആളില്ല കഴിക്കാൻ. പിന്നെ പുളി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അല്പം തേങ്ങ, ഒരു അരമൂടി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൺചട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ചോറ് വേകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ കഥയും പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത്. നമുക്ക് കറി തയ്യാറാക്കാം അല്ലേ. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടായോ എന്ന് നോക്കുകയാണ് കേട്ടോ. ഉലുവ ഇട്ടപ്പോൾ സംഭവം എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഉലുവ ഇട്ടു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ചൂടായ ശേഷം കുറച്ച് ജീരകം ഇട്ടു, നല്ല ജീരകം. ഈ എന്താണ് നമ്മൾ ഈ ഉണക്ക ചെമ്മീനൊക്കെ ഗ്യാസാണ്. അപ്പോൾ നമ്മളൊരല്പം കൂടുതൽ ജീരകം ഇടുന്നതുകൊണ്ട് നല്ലതൊക്കെയാണ്. ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ചെറിയുള്ളി, പച്ചമുളകും ഇടാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം സമയം എടുത്തിട്ടാണെങ്കിലും കുറച്ച് നേരം ഇളക്കി അടുപ്പിടിക്കാതെ വഴറ്റിയെടുക്കാം. ഈ ഉണക്ക ചെമ്മീൻ കറീൻ്റെ ഗുണം പറയുമ്പോൾ നല്ലതാണ് കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കൂട്ടാനൊന്നും വേണ്ട ആവശ്യമില്ല. നല്ല ചൊടിയാണ് ഈ കൂട്ടാനിക്ക്. നല്ല മീൻ കറിയൊക്കെ പോലെ ഉണക്കമീനല്ലേ, അപ്പോൾ നല്ല ചൊടിയാണ്. ഇവിടെ ഈ പച്ചക്കറിയും കൂടി ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നാഷ്ടയ്ക്ക്, നമുക്ക് ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കുമ്പോൾ. അപ്പോൾ ഉള്ളി ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറുതായി മുറിച്ച് വെച്ചത് ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. വേഗം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഇത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് തക്കാളി പെട്ടെന്നായി കിട്ടാനൊരു ഇതുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി, പെട്ടെന്നായി കിട്ടും. ഒന്ന് തുറന്ന് നോക്കൂ, പെട്ടെന്നായില്ലേ. അപ്പോൾ കറിയൊക്കെ തക്കാളി, ഉള്ളിയും പച്ചമുളകും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകിയിട്ട് വറുത്ത് വെച്ച ചെമ്മീനാണ്, ഉണക്ക ചെമ്മീൻ, അത് ഇട്ട് കൊടുക്കാം. അതിട്ട് കുറച്ച് നേരം വഴറ്റിയ ശേഷം കൈവിടാതെ ഇളക്കി വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും നന്നായി ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. മുളക് പൊടി ഇപ്പം തന്നെ ഇടരുത്, അത് പെട്ടെന്ന് അടിപ്പിടിക്കും മുളക് പൊടി ഇട്ടാൽ. നന്നായി വഴറ്റിയ ശേഷം ഉപ്പിട്ടിട്ടുണ്ടല്ലോ നമ്മളിത് പോരെങ്കിലും ഇട്ടാൽ മതി. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി നമുക്ക് വേണ്ട ആവശ്യത്തിന് പാകത്തിന് എരിവുള്ള, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, കുറവ് വേണമെങ്കിൽ കുറവ്, നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 1 സ്പൂൺ ഇട്ടുള്ളൂ. വയസ്സായ ഉമ്മയൊക്കെ അല്ലേ, കൂട്ടേണ്ടതല്ലേ. അപ്പോൾ ഒരു എരിവൊക്കെ കൂടിപ്പോയ പ്രശ്നമല്ലേ. പിന്നെ നമുക്ക് അതിലേക്ക് മുറിച്ച് വെച്ച് നമ്മുടെ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല കേട്ടോ. ഒരല്പം കുമ്പളങ്ങ, 1 മുരിങ്ങക്കായ്, 3 വെണ്ടയ്ക്ക, ഇത്രയൊക്കെ ഇട്ടിട്ടുള്ളൂ. കാരണം ഇവിടെ അധികം ആളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടതുണ്ടാക്കിയാൽ മതിയല്ലോ പറഞ്ഞിട്ട് ഞാൻ പാകത്തിന് വേണ്ടത് മാത്രം ഇട്ടിട്ട് ഇതിലേക്ക് എല്ലാ മസാലയും കൂട്ടി യോജിപ്പിക്കുന്നത് പോലെ കുറച്ച് നേരം കൈവിടാതെ കളക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പുളി എത്രയാണ് നമുക്ക് വേണ്ടത് പറയാം, അതിനനുസരിച്ചിട്ട് അതെല്ലാം അവരവൻ്റെ ഇഷ്ടപ്രകാരം സൗകര്യപ്രദമായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് എല്ലാം സെറ്റായ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം ഇട്ടല്ലോ. ഇപ്പോൾ ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിയൊക്കെ ഒന്ന് വേകുന്നത് വരെ നമുക്ക് അടച്ച് വെക്കണം.
പ്രത്യേകിച്ച് വയസ്സായവർക്കൊക്കെ ഉണക്കമീൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പണ്ടത്തെ ആൾക്കാരല്ല അവർക്ക് ഈ മുരിങ്ങ മുരിങ്ങക്കറി കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുന്നത്, ഈ കറി. ഞങ്ങളുടെ പാലക്കാട് സ്പെഷ്യൽ കായ്ച്ചാറ് വയ്ക്കും. ഞാൻ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു വലിയ മോന് ശേഷം, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവർ പണ്ടുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെയാണ് ഇഷ്ടം. ഇപ്പോഴത്തെ കൂട്ടാനും അവർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ആകുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി ഏകദേശം വെള്ളം പറ്റുമോ നോക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് തുറന്നതാണ് കേട്ടോ. പച്ചക്കറി ഒന്നും വെന്തിട്ടില്ല. അപ്പോൾ വെള്ളം പറ്റുമോ ഇനി വെള്ളം വേണമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയതാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കി വെള്ളമൊക്കെ ഏകദേശം വറ്റി പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് എന്താ വേണ്ടത് അതിന് വെച്ച് പറഞ്ഞാൽ ഒന്ന് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് വെള്ളവും വേണം, അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരപ്പും കൂട്ടിയിട്ട് നന്നായി തിളച്ച് വരണം. തിളച്ച് വന്നാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അരച്ച് വയ്ക്കാം. കുറച്ച് പകുതിയായിട്ട് അരച്ച് വയ്ക്കാം. പിന്നെ അവിടെ തേങ്ങ ഒഴിച്ചതല്ലേ, തിളയ്ക്കുമ്പോൾ അങ്ങനെ ചിന്തി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പകുതി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ വേണ്ടത് ഏതാ വേണ്ടതെന്നൊക്കെ നോക്കുന്നുണ്ട്. കുറച്ച് നേരം അരച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത് നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉണക്കച്ചെമ്മീൻ പച്ചക്കറികളൊക്കെ ഇട്ട് വെച്ച കറിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ഈ ഒരു കറി എന്നുണ്ടെങ്കിൽ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പപ്പടം വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് സുഖമായി വയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.